ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ഈ വരുന്ന ഓണപരീക്ഷയുടെ മാത്തമാറ്റിക്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പേഴ്സൊക്കെ നമ്മൾ STD7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിൻ്റെ മലയാളം മീഡിയം ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ അത് ആവശ്യമുണ്ടെങ്കിൽ ഞാനിതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആദ്യത്തേത് ആക്ടിവിറ്റി 1 ആണ്. അതിൽ നിങ്ങൾക്ക് 2 ചോയ്സസ് ഉണ്ട്, 1A 1B. ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും. നമുക്ക് രണ്ടും നോക്കാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ A ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ BC PQ XY ആർ പാരലൽ. നോക്കൂ, BC ആദ്യം AR RD എന്നീ 2 ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്തതാണ്. കണ്ടോ, ആ 2 ലൈൻസും ജോയിൻ ചെയ്തിട്ട് അതിനുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന 3 ലൈൻസാണ് BC PQ XY എന്നത്. ഈ 3 ലൈൻസും എന്താണ്, പാരലൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ BXY? ഏതാണ് ആംഗിൾ BXY? നോക്കൂ, മൂന്നാമത്തെ ഏറ്റവും താഴെയുള്ള ആ ലൈനിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ലൈന് XY എന്നുള്ള ലൈന് ARമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആംഗിളാണ് ആംഗിൾ BXY എന്നത് കേട്ടോ. ആംഗിൾ BXY എത്ര എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് കാണുന്നതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നോക്കൂ മക്കളെ, നമുക്കിവിടെ ആംഗിൾ XBC അല്ലെങ്കിൽ ആംഗിൾ ABC എന്നൊക്കെ പറയാം. ആ ആംഗിൾ നമുക്ക്, അല്ലെങ്കിൽ PBC എന്നും പറയാം കേട്ടോ. ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 110 ഡിഗ്രിയാണ്. ഇനി ലൈന് ARൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആംഗിളാണ് ഈ 110 എന്ന് പറയുന്നത്. ഇതൊരു ലൈൻ ആയതുകൊണ്ട് ആ ലൈനിൻ്റെ മുഴുവൻ ആംഗിൾ എന്തായിരിക്കും? 180 ഡിഗ്രിയാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു ലൈനിൻ്റെ മുഴുവൻ ആംഗിൾ, കംപ്ലീറ്റ് ആംഗിൾ 180 ഡിഗ്രിയാണ്. സോ ഈ PBC എന്ന് പറയുന്ന ആംഗിൾ 110 ആണെങ്കിൽ അതിന് തൊട്ടപ്പുറത്തുള്ള ആംഗിൾ, അതായത് CBR എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 110 ഈക്വൽ ടു 70 ഡിഗ്രിയാണ്. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഈ 3 ലൈൻസും, അതായത് BC PQ XY പാരലൽ ലൈൻസ് ആയതുകൊണ്ട് 70 ആണെങ്കിൽ ഇതെല്ലാം എന്താണ്? ആംഗിൾ RBC, ആംഗിൾ BPQ, ആംഗിൾ PXY അല്ലെങ്കിൽ BXY, ഇതൊക്കെ എന്താണ്? 70 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ആംഗിൾ BXY എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ് കേട്ടോ. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ XYD? നോക്കൂ, ആംഗിൾ XYD എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും അവസാനത്തെ ഈ ലൈന് RDയുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ XYD. കണ്ടോ, ഇത് നമുക്ക് കണ്ടുപിടിക്കാം. അതിനായിട്ട് നമുക്ക് അവിടെ ആംഗിൾ PQC അല്ലെങ്കിൽ ആംഗിൾ PQR എന്നൊക്കെ പറയാം. ആംഗിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 80 ഡിഗ്രിയാണ്. അപ്പോൾ RD എന്ന് പറയുന്ന ഈ ലൈനിലാണ് ഈ ആംഗിൾ ഉണ്ടാക്കി നിൽക്കുന്നത്. ലൈനിൻ്റെ ആംഗിൾ മുഴുവനായിട്ടുള്ള ആംഗിൾ നമ്മൾ പറഞ്ഞു 180 ആണ്. സോ PQC എന്ന് പറയുന്ന ആംഗിൾ 80 ആണെങ്കിൽ PQY അല്ലെങ്കിൽ PQD എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 80 ഈക്വൽ ടു 100 ഡിഗ്രിയാണ്. ഈ 3 ലൈൻസും പാരലൽ ആയതുകൊണ്ട് PQD 100 ആണ്. സോ അതുപോലെ തന്നെ ആയിരിക്കും BCD അല്ലെങ്കിൽ BCQ എന്ന് പറയുന്ന ആംഗിൾ. അതുപോലെ തന്നെയാണ് ആംഗിൾ XYD എന്ന് പറയുന്നതും. അതുമാത്രമല്ല, ഈ ലൈൻസിൽ ഇനി എത്ര പാരലൽ ലൈൻസ് വരച്ചാലും അവിടെ വരുന്ന ഈ ആൾട്ടർനേറ്റ് ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇതെല്ലാം എന്താണ്? 100 ഡിഗ്രിയാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ സി, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ R? ആംഗിൾ R ഏതാണ് മക്കളെ? ഇതാ ഏറ്റവും മുകളിലുള്ള ഈ ആംഗിൾ, ലൈന് ARും DR തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ആംഗിൾ, അതാണ് ആംഗിൾ R. സോ അത് നമുക്ക് എങ്ങനെ കാണാം? അതിനായിട്ട് നമുക്ക് ആംഗിൾ RBC നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എത്രയാണ്? 70 ഡിഗ്രി. അതുപോലെ തന്നെ ആംഗിൾ RCB എന്ന് പറയുന്നത് എന്തായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താണ്? അത് രണ്ടും പാരലൽ ലൈൻസ് ആയതുകൊണ്ട്, BCയും PQയും പാരലൽ ലൈൻസ് ആയതുകൊണ്ട് 80 തന്നെയായിരിക്കും മുകളിലും വരുന്നത്. സോ ഒരു ട്രയാങ്കിൾ BCR എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് നമുക്ക് കിട്ടി. ഒരെണ്ണം 70, ഒരെണ്ണം 80. സോ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് 70 പ്ലസ് 80 ആയിരിക്കും അല്ലേ? 70യും 80യും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 150 ആണ്
അപ്പോൾ ആംഗിൾ ആർ എന്ന് പറയുന്നത് എത്രയാണ്? 180 മൈനസ് 150 വിച്ച് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രിയാണ്. സോ ഈ ആംഗിൾ ആർ അല്ലെങ്കിൽ BRC എന്ന് പറയുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ് കേട്ടോ. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ഡി, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ആംഗിൾ ഇൻ ട്രയാങ്കിൾ ഓഫ് PQR? ട്രയാങ്കിൾ PQR കണ്ടോ മക്കളെ? ഇതാണ് ട്രയാങ്കിൾ PQR. ഇതിലെ ഏറ്റവും വലിയ ആംഗിൾ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് രണ്ട് ആംഗിൾസ് നമുക്കറിയാം. നോക്കൂ, ആംഗിൾ ആർ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്, ആംഗിൾ PQR എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. ഇനി നമുക്ക് കാണേണ്ടത് ആംഗിൾ RPQ അല്ലെങ്കിൽ QPR. ആംഗിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതെന്തായിരിക്കും? 70 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ? ഒരു പാരലൽ ലൈൻ ആയതുകൊണ്ട് അത് 70 ഡിഗ്രി തന്നെ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. മുകളിലും താഴേക്ക് കണ്ടോ നിങ്ങൾ? അത് 70 ഡിഗ്രിയാണ്. സോ ഇതിലെ ഏറ്റവും വലിയ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ PQR അഥവാ 80 ഡിഗ്രിയാണ്. 30, 70, 80. അതിലെ ലാർജസ്റ്റ് ആംഗിൾ 80 ഡിഗ്രിയാണ്. ക്വസ്റ്റ്യൻ ഇ, among the pair of angles given below, ഫൈൻഡ് ദ പെയർ വിത്ത് ഈക്വൽ മെഷേഴ്സ്. താഴെ നമുക്ക് കുറച്ച് ആംഗിൾസിൻ്റെ പെയർ തന്നിട്ടുണ്ട്. അതിൽ ഈക്വൽ മെഷർ വരുന്ന ആംഗിൾസ് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആംഗിൾ XPQ. നോക്കൂ, ആംഗിൾ XPQ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, 110 അല്ലെങ്കിൽ 110 ആണ്. 110 ഡിഗ്രിയാണ്. അത് എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ? നേരത്തെ പറഞ്ഞിരുന്നു 110 ആണ്. പിന്നെ ആംഗിൾ PQY അതെത്രയാണ്? 100 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. സോ 110ഉം 100 ആണ്. സോ അത് ഈക്വൽ അല്ല. ബി, ആംഗിൾ PBC ആംഗിൾ XPQ. ആംഗിൾ PBC എന്ന് പറയുന്നത് 110 ഡിഗ്രിയാണ്. ആംഗിൾ XPQ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളിപ്പോൾ പറഞ്ഞു 110 ആണ്. സോ അത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഈക്വലായ പെയർ വരുന്നത് ഇതാണ് കേട്ടോ. ഇനി അടുത്തത് സി നോക്കൂ, ആംഗിൾ PQC ആംഗിൾ BCQ. ആംഗിൾ PQC 80 ഡിഗ്രിയാണ്. ആംഗിൾ BCQ ഏതാണ് മക്കളെ? BCQ 100 ഡിഗ്രിയാണ്. സോ അതുമല്ല. പിന്നെ ഡി, ആംഗിൾ RBC ആംഗിൾ RCB. RBC എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്, RCB എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. സോ അതുമല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്കിതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ AB പാരലൽ ടു CD. ചിത്രത്തിൽ AB എന്ന് പറയുന്ന ലൈന് CDക്ക് പാരലലാണ്. ആംഗിൾ EGH എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ആംഗിൾ GJD എന്ന് പറയുന്നത് 125 ഡിഗ്രിയാണ്. ആംഗിൾ EFG എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. സോ ഈ മൂന്ന് ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ GHJ? ഏതാ മക്കളെ ആംഗിൾ GHJ? താഴെയുള്ള ഈ ട്രയാങ്കിളിലെ ഈ ഒരു ഭാഗത്തുള്ള ആംഗിൾ കണ്ടോ? ആംഗിൾ GHJ. ഇതിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളാണ്. ABCD എന്നീ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ് ലൈന് GH എന്ന് പറയുന്നത് അല്ലേ? സോ ഈ ലൈന് നമ്മളിങ്ങനെ നീട്ടി വരച്ചു എന്ന് കൺസെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് അതിൽ വരുന്ന ഈ ആംഗിൾ കണ്ടോ? EGH എന്ന് പറയുന്ന ആംഗിൾ 50 ഡിഗ്രിയാണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് GHJ വരുന്നത്. ഓപ്പോസിറ്റ്സ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഒരു പാരലൽ ലൈനിലുള്ള മൂന്നാമതൊരു ലൈന് കട്ട് ചെയ്ത് പോയാൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ EGH 50 ആയതുകൊണ്ട് GHJയും 50 ഡിഗ്രിയാണ്. ക്വസ്റ്റ്യൻ ബി, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ HGJ? ആംഗിൾ HGJ എന്ന് പറയുന്നത് ഇതാ ഇപ്പോൾ നമ്മൾ കണ്ട ഈ ട്രയാങ്കിളിൻ്റെ മുകളിലുള്ള ആംഗിൾ. അതിനായിട്ട് നമുക്ക് ആംഗിൾ GJD നമുക്ക് തന്നിട്ടുണ്ട് 125 ഡിഗ്രിയാണ്. സോ അത് 125 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ GJH എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 മൈനസ് 125 ആയിരിക്കും അല്ലേ? കാരണം ടോട്ടൽ അതൊരു ലൈനിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ആയതുകൊണ്ട് ടോട്ടൽ 180 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 55 ഡിഗ്രിയാണ്. അത് 55 ഡിഗ്രി ആണെങ്കിൽ നമുക്കിനി HGJ കണ്ടൂടെ? കാരണം അതൊരു ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടി, 50 55. സോ തേർഡ് ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് 50 പ്ലസ് 55. 50യും 55 ആഡ് ചെയ്താൽ 105 ആണ്. സോ 180 മൈനസ് 105 വിച്ച് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ ആംഗിൾ HGJ വരുന്നത് 75 ഡിഗ്രിയാണ്. ക്വസ്റ്റ്യൻ സി, റൈറ്റ് ആൻ ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു ആംഗിൾ HGJ. ഈ ആംഗിളിന്, ഈ 75 ഡിഗ്രി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ ആംഗിളിന് ഈക്വലായ മറ്റൊരു ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും സിമ്പിളാണ് മക്കളെ. നമ്മൾ അതിനായിട്ട് എന്ത് കൺസിഡർ ചെയ്യാം? മുകളിലുള്ള ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ വരച്ച ട്രയാങ്കിളിൻ്റെ മുകളിലുള്ള ട്രയാങ്കിൾ EFG.
ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിലുള്ള ബാക്കി രണ്ട് ആംഗിൾസ് കൂടെ കണ്ടു നോക്കണം. അതിനായിട്ട് എ ബി സി ഡി എന്ന് പറയുന്ന ഈ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് പോകുന്ന ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന മറ്റൊരു ലൈനാണ് എഫ് ജെ എന്നുള്ളത്. അപ്പോൾ ആംഗിൾ ജി ജെ ഡി നമുക്ക് തന്നിട്ടുണ്ട് 125 ആണ്. അതുകൊണ്ട് ആംഗിൾ എഫ് ജി ബി എന്നുള്ളതും എന്തായിരിക്കും? 125 തന്നെ ആയിരിക്കും അല്ലേ? അത് 125 ആണെങ്കിൽ ആംഗിൾ എഫ് ജി ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 മൈനസ് 125 ഈക്വൽ ടു 55 ഡിഗ്രിയാണ്. സോ ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടി, ഒരെണ്ണം 50ഉം ഒരെണ്ണം 55ഉം. സോ മൂന്നാമത്തെ ആംഗിൾ, അതായത് ആംഗിൾ ജി ഇ എഫ് അല്ലെങ്കിൽ എഫ് ഇ ജി കണ്ടൂടെ? 180 മൈനസ് 105, അതായത് 180 മൈനസ് 50 പ്ലസ് 55 വിച്ച് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രിയാണ്. സോ ആംഗിൾ എച്ച് ജി ജെക്ക് ഈക്വലായി വരുന്ന മറ്റൊരു ആംഗിളാണ് ആംഗിൾ എഫ് ഇ ജി അല്ലെങ്കിൽ ജി ഇ എഫ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഇ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ഇ എഫ്? ആംഗിൾ എ ഇ എഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 75 ഡിഗ്രി എന്ന് നമ്മൾ എഫ് ഇ ജി കണ്ടു. അപ്പോൾ അതിനപ്പുറത്തുള്ള അതിൻ്റെ അടുത്ത് കിടക്കുന്ന മറ്റേ ആംഗിൾ എന്തായിരിക്കും? എ ബി എന്ന് പറയുന്ന ഒരു ലൈനിൽ ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് ആംഗിൾസ് ആണിത്. ആ ലൈനിലുള്ള ടോട്ടൽ 180 ആയിരിക്കും. സോ 180 മൈനസ് 75 വിച്ച് ഈസ് ഈക്വൽ ടു 105 ഡിഗ്രിയാണ്. സിമ്പിളാണ് കേട്ടോ മക്കളെ. ഓരോന്നും പിക്ചർ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ആണെന്ന് തോന്നും, പക്ഷേ ഓരോ ക്വസ്റ്റനും അതിനനുസരിച്ച് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. Question E. Look at the statements of Surabhi regarding the angles of two triangle between parallel lines as seen in the picture. താഴെ നമുക്ക് രണ്ട് പാരലൽ ലൈൻസിൽ ഒരു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് എ ഡി എന്ന് പറയുന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് എ ബി ഡി എ ഡി സി അങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസിനെ കുറിച്ച് സുരഭി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. ദ മെഷർ ഓഫ് ആംഗിൾ എ ബി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എ ഡി. ദ മെഷർ ഓഫ് ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ എ സി ഡി. ദ മെഷർ ഓഫ് ആംഗിൾ എ ബി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എ സി. ദ മെഷർ ഓഫ് ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ബി. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം? ഇതിൽ പറഞ്ഞിരിക്കുന്ന ആംഗിൾസ് ഒക്കെ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഏതൊക്കെ ഈക്വൽ ആണെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യം ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 90 ഡിഗ്രിയാണ് അല്ലേ? ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആയതുകൊണ്ട് അത് എ ഡി ബി എന്താണ്? 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ആംഗിൾ എ ഡി സി, അതിൻ്റെ തൊട്ടടുത്തുള്ള ആംഗിളും എന്താണ്? 90 ഡിഗ്രിയാണ്. അതും ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഉണ്ടാക്കിയിരിക്കുന്ന മറ്റൊരു ആംഗിളല്ലേ? സോ അതും 90 ഡിഗ്രിയാണ്. അടുത്തത് ആംഗിൾ ഡി എ സി. ഡി എ സി എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ഡി സിയിലുള്ള ഒരു ആംഗിളാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എ ഡി സിയിൽ നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞു, ഒന്ന് 90, ഒന്ന് 40. സോ തേർഡ് ആംഗിൾ നമുക്ക് കണ്ടുകൂടെ? യെസ്, 180 മൈനസ് 90 പ്ലസ് 40. 90 പ്ലസ് 40 130 ആണ്. സോ ബാക്കിയുള്ളത് ആംഗിൾ ഡി എ സി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഇനി അടുത്ത ആംഗിൾ ഏതാണ് നമുക്ക് നോക്കാനുള്ളത്? ട്രയാങ്കിൾ എ ബി ഡി പരിഗണിച്ചുകൊണ്ട് നോക്കാം. ആംഗിൾ ബി എ ഡി അല്ലെങ്കിൽ ഡി എ ബി എന്ന് പറയുന്നത് എത്രയാണ്? അതിനായിട്ട് എ ഡി എന്ന് പറയുന്ന ലൈന്, പെർപെൻഡിക്കുലർ ലൈൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആംഗിളാണ് ഈ 50 ഡിഗ്രി എന്നുള്ളത്. സോ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, അതൊരു പെർപെൻഡിക്കുലർ ലൈൻ ആയതുകൊണ്ട്. സോ ബി എ ഡി അല്ലെങ്കിൽ ഡി എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 90 മൈനസ് 50 ഈക്വൽ ടു 40 ഡിഗ്രിയാണ്. ഇനി അതുപോലെ ആംഗിൾ ബി ഡി എ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് 90 ഡിഗ്രിയാണ് അല്ലേ? ബി ഡി എ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടി, ഇതിൻ്റെ മൂന്ന് ആംഗിൾസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും മൂന്ന് ആംഗിൾസ് നമുക്ക് കിട്ടി. ഇനി ഏതൊക്കെയാണ് ഈക്വൽ എന്ന് നോക്കാം. ആംഗിൾ എ ബി ഡി 50 ഡിഗ്രിയാണ്. ആംഗിൾ ബി എ ഡി 40 ഡിഗ്രിയാണ്. സോ അത് തെറ്റാണ്. അടുത്തത് ആംഗിൾ ബി എ ഡി 40 ഡിഗ്രിയാണ്. ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് ഏതാ മക്കളെ? 40 ഡിഗ്രിയാണ് അല്ലേ? സോ അത് ശരിയാണ്, രണ്ടും 40 ഡിഗ്രിയാണ്. ഇനി മൂന്നാമത്തേത് ആംഗിൾ എ ബി ഡി 40 ഡിഗ്രിയാണ്. ആംഗിൾ എ സി ഡി 40 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ ഡി എ സി 40 ഡിഗ്രിയാണ്. സോ അതും ശരിയാണ്. നാലാമത്തേത് എ ബി സിയും എ സി ബിയും. എ ബി സി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. എ സി ബി എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. സോ അത് തെറ്റാണ്.
അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കേട്ടോ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് 2 and 3. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. അതിലെ എ ക്വസ്റ്റ്യൻ, എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ഈസ് ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇഫ് 8 liters ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ 6 ഐഡൻറ്റിക്കൽ ബോട്ടിൽസ്, ഈച്ച് ബോട്ടിൽ കണ്ടെയ്ൻ 8/6 liters ഓഫ് മിൽക്ക്. 8 ലിറ്റർ പാല് 6 ഈക്വൽ ആയിട്ടുള്ള ബോൾസിൽ നിറച്ചാൽ ഓരോ ബോട്ടിലും ഉള്ള മിൽക്കിൻ്റെ അളവെന്ന് പറയുന്നത് 8/6 liters ആയിരിക്കും. അത് ശരിയാണ്, ട്രൂ ആണ് അല്ലേ? അതിനുള്ള റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? 8/6 മീൻസ് 6 ഈസ് ഈക്വലി ഡിവൈഡഡ് ബൈ 8. 8/6 എന്ന് വെച്ചാൽ 6നെ 8 ഭാഗങ്ങളാക്കിയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു എന്നാണ്. അത് തെറ്റാണ്. 8/6 എന്ന് വെച്ചാൽ 8 പാർട്ടിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റി എന്നാണ്, അല്ലെങ്കിൽ 8നെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റി എന്നാണ്. എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ, ഫൈൻഡ് വിച്ച് ഈസ് കറക്റ്റ്. താഴെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്ന് പറയുക. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്, റീസൺ ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ്. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, റീസൺ കറക്റ്റാണ്. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, റീസൺ തെറ്റാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ നോട്ട് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റും റീസണും ശരിയല്ല. ഇതിലെന്താ മക്കളെ ശരി? സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ റീസൺ കറക്റ്റ് അല്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ് എന്നതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഇനി നമുക്കിതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ റെക്റ്റാങ്കിൾ ആൻഡ് ഷോ 3/5 പാർട്സ് ഓഫ് ഇറ്റ്സ് 1/3 പാർട്ട് ബൈ ഷെയ്ഡിങ് ഇറ്റ്. ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ 1/3 പാർട്ടിലെ 3/5 പാർട്ട് ഷെയ്ഡ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതിനാദ്യം 3 ഈക്വൽ പാർട്സ് ആക്കുക. ഇതിലെ ഒരു പാർട്ടാണ് എന്ത്? 1/3 എന്ന് പറയുന്നത്. ഇതിലെ ഏത് പാർട്ട് എടുത്താലും ഇതിലെ ഒരു പാർട്ടാണ് 1/3. ഇനി നിങ്ങൾ ഇപ്പോൾ എടുത്ത ഈ പാർട്ടിനെ ഈക്വൽ ആയിട്ടുള്ള 5 പാർട്സ് ആക്കുക. ആ 5 പാർട്സിൽ 3 പാർട്സ് ഷെയ്ഡ് ചെയ്യുക. അതാണ് 3/5 പാർട്സ് ഓഫ് 1/3 പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ സി, ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ ഷേപ്ഡ് പ്ലോട്ട് ഈസ് 384 സ്ക്വയർ മീറ്റേഴ്സ്. There is a garden inside the plot which has an area of 5/12 parts of the plot. Find the area of the garden. ഒരു പ്ലോട്ട് ഉണ്ട്, ആ സ്ഥലത്ത് ഉള്ള ഒരു എന്താണ് അതിൻ്റെ ആകെ ഏരിയ എന്ന് പറയുന്നത്, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 384 സ്ക്വയർ മീറ്റേഴ്സാണ്. അതിലൊരു ഗാർഡൻ ഉണ്ട്, അതായത് ഇതിൻ്റെ 5/12 പാർട്ടാണ് കേട്ടോ ഗാർഡൻ ഉള്ളത്. സോ ഗാർഡൻ്റെ ഏരിയ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കാണാം മക്കളെ? ടോട്ടൽ പ്ലോട്ട് ഏരിയ, ടോട്ടൽ ആ സ്ഥലത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 384 മീറ്റർ സ്ക്വയർ ആണ്. ഗാർഡൻ ഫ്രാക്ഷൻ, ഗാർഡൻ ആ പ്ലോട്ടിൻ്റെ എത്ര ഫ്രാക്ഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 5/12 ആണ്. അങ്ങനെയാണെങ്കിൽ ഗാർഡൻ്റെ ഏരിയ എന്ത് വരും? 384 ഇൻറ്റു 5/12 അല്ലേ? ഈ 384 മീറ്റർ സ്ക്വയറിലെ 5/12 പാർട്ടാണുള്ളത്. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 384ഉം 12ഉം നമുക്ക് ഡിവൈഡ് ചെയ്താൽ ആൻസർ 32 എന്ന് വരും. 32 ഇൻറ്റു 5 ഈക്വൽ ടു 160 മീറ്റർ സ്ക്വയർ ആണ്. അത്രയുമാണ് എന്ത്? ഗാർഡൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ എ ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ ഒ ഡി സി വിത്ത് ഒ ഡി 9 cm, ഒ സി 5 cm, ആംഗിൾ ഡി 30 ഡിഗ്രി. വളരെ സിമ്പിളാണ് മക്കളെ. നിങ്ങൾക്കൊരു സ്കെയിലും കോമ്പസും അല്ലെങ്കിൽ ഒരു പ്രൊട്രാക്ടറും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് വരയ്ക്കാം കേട്ടോ. ആദ്യം എന്തിനായിട്ട് നമ്മൾ 9 cm ഉള്ള ഒ ഡി എന്ന് പറയുന്ന ഒരു ലൈന് വരയ്ക്കണം. ഇനി നമുക്ക് ആംഗിൾ ഡി തന്നിട്ടുണ്ട്. സോ പ്രൊട്രാക്ടർ എടുക്കുക, ഈ പോയിന്റ് ഡിയിൽ വെച്ചിട്ട് 30 ഡിഗ്രി മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? വരയ്ക്കുക, ലൈൻ നീട്ടി വരയ്ക്കുക. സോ 30 ഡിഗ്രിയാണ് കേട്ടോ ഈ ആംഗിൾ വന്നിരിക്കുന്നത്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒ സി 5 cm ആണെന്ന്. സോ ഒയിൽ തൊട്ട് നിങ്ങൾക്ക് സ്കെയിൽ വെച്ചിട്ട് ഈ ഡി എന്ന് പറയുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ എവിടെയാണോ നിങ്ങൾക്ക് 5 cm കിട്ടുന്നത് അങ്ങോട്ടേക്ക് വരയ്ക്കുക. അതാണ് ഒ സി. Question B, without changing the measures of OD and angle D, is it possible to draw the triangles when the measures of OC is 8 cm, 10 cm, 4 cm, 9 cm? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഈ ഒ ഡി എന്നുള്ള ലൈൻ, അതായത് 9 cm ഉള്ള ലൈനും ആംഗിൾ ഡിയും മാറ്റാതെ, ഇപ്പോൾ നമ്മൾ വരച്ച മൂന്നാമത്തെ ലൈൻ ഉണ്ടല്ലോ ഒ സി, ഈ ലൈന് 5 cm അല്ലാതെ നമുക്ക് വരയ്ക്കാൻ പറ്റാത്ത ലൈൻ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ 5 cm അല്ലാതെ നമുക്ക് എന്താണ് ഈ ഡി എന്ന് പറയുന്ന ലൈൻ നമ്മൾ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ അതിലിതാ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ലൈൻസ് വരയ്ക്കാം. അതായത് അതിൻ്റെ അളവ് കൂടി വരില്ലേ? ഒ സി എന്ന് പറയുന്നതിൻ്റെ അളവ് കൂടി വരുന്നില്ലേ? 5 cm കൂടി വരുന്നുണ്ട്. പക്ഷേ അതിലേക്കാട്ടിലും കുറച്ച് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. കാരണം 4 cm ആകുമ്പോൾ എന്താണ്, ആ ലൈനിൽ തട്ടാതെ വരും. ഓക്കെ, സോ 5 cm കുറവായിട്ടുള്ള ഒരളവ് നമുക്ക് വരക്കാൻ പറ്റില്ല. അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 4 ആണ് 5നേക്കാട്ടിലും കുറവുള്ളത്. അതുകൊണ്ട് 4 cm നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല.
ക്വസ്റ്റ്യൻ 4A, അതിൽ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇൻ ദ ഫിഗർ ഷെയ്ഡഡ് പാർട്ട് റെപ്രസെൻറ്റ്സ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു ഫ്രാക്ഷൻസ്. സീ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ബാബു റോട്ട് റിലേറ്റഡ് ടു ദസ്. താഴെ തന്നിരിക്കുന്ന നമുക്ക് ഈ ഷെയ്ഡ് ചെയ്ത ഈ പോർഷൻ ഒരു രണ്ട് ഫ്രാക്ഷൻസിൻ്റെ പാർട്ടാണ്, പ്രൊഡക്റ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 2/5 പാർട്സ് ഓഫ് 2/3. ആദ്യം 2/3 മൂന്ന് പാർട്സിനെ, മൂന്ന് ഒരു റെക്റ്റാങ്കിളിനെ ഈക്വൽ ആയിട്ടുള്ള 3 പാർട്സ് ആക്കുക. അതിൽ 2 പാർട്സ് എടുക്കുക. അതിനെ വീണ്ടും 5 പാർട്സ് ആക്കുക. അതിൽ 2 പാർട്സിന് ഷെയ്ഡ് കൊടുക്കുക. നോക്കൂ, ശരിയല്ലേ മക്കളെ? യെസ്, ഒന്നാമത്തേത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. 2/5 പാർട്സ് ഓഫ് 2/3 എന്നുള്ളത്. അടുത്തത് 1/3 പാർട്ട് ഓഫ് 2/5. ഒരു റെക്റ്റാങ്കിളിനെ 5 ഈക്വൽ പാർട്സ് ആക്കുക. ഓക്കെ, നമ്മൾ അതിനെ ആദ്യം 5 പാർട്സ് ആക്കിയെന്ന് നിങ്ങൾ വിചാരിക്കുക. പിന്നെ അതിനെ നമ്മളൊരു പാർട്ടിനെ 3 പാർട്സ് ആക്കുക. 3 പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ട്, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെയല്ല വന്നിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തേത് 4/5 പാർട്സ് ഓഫ് 2/3. 3 പാർട്സ് ആക്കിയതിൽ 2 പാർട്ട് എടുത്തു. അതിൽ 4 പാർട്ടിന് ഷെയ്ഡ് എടുത്തു. 5 പാർട്ടിന് 5, അതിൽ 2 പാർട്ട് എടുത്ത് 5 പാർട്ടാക്കിയിട്ട് 4 പാർട്സിന് ഷെയ്ഡ് ചെയ്തു. അങ്ങനെയുമല്ല വന്നിട്ടുള്ളത്. അവസാനത്തേത് 4/15 പാർട്സ് ഓഫ് ദ ലാർജ് റെക്റ്റാങ്കിൾ. വലിയ റെക്റ്റാങ്കിളിനെ 15 ഈക്വൽ പാർട്സ് ആക്കി അതിൽ 4 പാർട്സിന് കളർ ചെയ്തു. യെസ്, അത് ശരിയാണ്. കാരണം എന്താ, ഈ റെക്റ്റാങ്കിൾ നമ്മൾ ഈ കട്ട് ചെയ്യാത്ത ഈ പോർഷന് നമ്മൾ 5 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതെന്തായി, ടോട്ടൽ റെക്റ്റാങ്കിൾസ് എണ്ണി നോക്കുക. ടോട്ടൽ 15 റെക്റ്റാങ്കിൾസ് ഉണ്ട്. അതിൽ 1 2 3 4 പാർട്സ് അല്ലേ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റും 4ഉം, ആ 2 ഓപ്ഷൻസാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്കിതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ട്രാവൽസ് 2 1/4 കിലോമീറ്റേഴ്സ് ഇൻ 1 hour. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഹി ട്രാവൽഡ് ഇൻ 2 1/3 hours? ഒരാൾ ഒരു മണിക്കൂറിൽ 2 1/4 2.25 കിലോമീറ്റർ നടക്കും. അങ്ങനെയാണെങ്കിൽ 2 1/3 hours കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്പീഡ് എന്ന് പറയുന്നത് 2 1/4 കിലോമീറ്റേഴ്സ് പെർ അവർ ആണല്ലേ. പിന്നെ അതിനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ എങ്ങനെ വരും? 4 × 2 + 1 / 4, അതായത് 9/4 കിലോമീറ്റേഴ്സ് പെർ അവർ എന്ന് വരും. ഇനി ടൈം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2 1/3 hours ആണ്. അതിന് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയാലോ? 3 × 2 + 1 / 3 = 7/3 hours എന്ന് വരും. ഇനി നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 1/4 × 2 1/3 അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് നമുക്ക് എളുപ്പം. സോ 9/4 × 7/3. 9നെയും 3യെയും നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. 3/4 × 7/1 എന്ന് വരും. അതായത് 3 × 7/4 21/4 ആണ് കേട്ടോ ആൻസർ. ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ മാറ്റി എഴുതുമ്പോൾ 21 / 5 ചെയ്യുക. സോ 5 1/4 എന്നാണ് വരുന്നത് കേട്ടോ. അത്രയും കിലോമീറ്റേഴ്സാണ് നടക്കുന്നത്. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ. എ 4 meter long rope is divided into 5 pieces of equal length. What is the length of 3/5 part of its one piece in meters in centimeters? 4 മീറ്റർ നീളമുള്ള ഒരു കയറ് 5 ഈക്വൽ പീസസ് ആക്കിയിട്ട് മാറ്റി. ഒരേ ലെങ്ത്തുള്ള 5 ഈക്വൽ പീസസ് ആക്കിയിട്ട് മാറ്റി. അതിലെ ഒരു പീസിൻ്റെ 3/5 പാർട്ട് എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്, അതുപോലെ അത് എത്ര സെൻറ്റിമീറ്റർ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടോട്ടൽ റോപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 മീറ്റേഴ്സ് ആണ്. നമ്പർ ഓഫ് പീസസ് എന്ന് പറയുന്നത് 5 പീസസ് ആക്കിയിട്ടാണ് മാറ്റിയത്. അതിൽ ഒരു പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 4 മീറ്ററുള്ള ഒരു റോപ്പിന് 5 ഈക്വൽ പാർട്ട് ആക്കിയാൽ അതിലൊരു പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4/5 മീറ്റർ ആയിരിക്കും അല്ലേ. സോ നമുക്ക് ടാർഗറ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 4/5 മീറ്ററുള്ള ഒരു പീസിൻ്റെ 3/5 പാർട്ട് എത്ര ലെങ്ത്ത് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3/5 × 4/5 ചെയ്ത് നോക്കിയാൽ മതി. 3 × 4 12 ആണ്. 5 × 5 25. സോ 12/25 മീറ്റർ ആണ് കേട്ടോ ആൻസർ. ഇനി ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. ഒരു മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ 12/25 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണ്? 12/25 × 100. 100നെയും 25നെയും നമുക്ക് കട്ട് ചെയ്യാം. 4 ആണ്. സോ 12 × 4 = 48 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി ആക്ടിവിറ്റി 5, അതിലെ എ ക്വസ്റ്റ്യൻ. ഡ്രോ എ സർക്കിൾ വിത്ത് 5 centimeters റേഡിയസ് ആൻഡ് കംപ്ലീറ്റ് ദ പാറ്റേൺ ആസ് ഷോൺ ബിലോ. ഷെയ്ഡ് ഇറ്റ് ആൻഡ് മേക്ക് പ്രെറ്റി. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ വരച്ചിട്ട് നിങ്ങളോട് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതിനായിട്ട് നമുക്ക് ആദ്യം 5 സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കാം.
പിന്നെ സർക്കിളിനകത്ത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. അതായത് 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. അത് നമ്മൾ ഓൾറെഡി വരയ്ക്കൽ എങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോമ്പസ് വെച്ചിട്ട് ലൈൻസ് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് വരയ്ക്കുക നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വീണ്ടും ഈ 3 സൈഡും തട്ടുന്ന രീതിക്ക് കോമ്പസ് വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. പിന്നെ അതിനകത്ത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കൂടി വരയ്ക്കുക. അപ്പോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ ബേസ് താഴെയായിരുന്നു, ഇപ്പോൾ ബേസ് എടുക്കേണ്ടത് മേലെയാണ് കേട്ടോ. പിന്നെ അതിനകത്ത് വീണ്ടും ഒരു ട്രയാങ്കിൾ സർക്കിൾ വരയ്ക്കുക, അതിനുള്ളിൽ വീണ്ടും ഒരു ട്രയാങ്കിൾ, അങ്ങനെ വരയ്ക്കുക. എന്നിട്ട് മനോഹരമായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ, മെഷേഴ്സ് ഓഫ് സൈഡ്സ് ഓഫ് സം ട്രയാങ്കിൾസ് ആർ ഗിവൺ ബിലോ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് 2 ഈക്വൽ ആംഗിൾസ്. ഒരു ചില ട്രയാങ്കിൾസിൻ്റെ മെഷർമെൻറ്റ്, 3 സൈഡിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ 2 ആംഗിൾസ് ഈക്വൽ ആയ ട്രയാങ്കിൾ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ തന്നിരിക്കുന്നത് എ 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ, ബി 7 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ, സി 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ, ഡി 5 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ 9 സെൻറ്റിമീറ്റർ. സോ നമുക്കറിയാം മക്കളെ, ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന 2 സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള 2 ആംഗിൾസ് ഈക്വൽ ആണ് എന്നാണ് മീൻ ചെയ്യുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ബി നോക്കൂ, 7 സെൻറ്റിമീറ്റർ, 2 സൈഡ്സ് 7 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ 2 ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് ആക്ടിവിറ്റി 6 നോക്കാം. 6ഉം ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. 6A-യും 6B-യും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. നമുക്ക് ആദ്യം 6A നോക്കാം. അതിൽ എ ക്വസ്റ്റ്യൻ, ദ ഡിവിഷൻ ഓപ്പറേഷൻസ് ഇൻ കോളം എ ആർ കണക്റ്റഡ് വിത്ത് ദ ഫ്രാക്ഷൻസ് ഇൻ കോളം ബി. കോളം എയിൽ എന്താണ് ഡിവിഷൻ ഓപ്പറേഷൻസ് ആണ് തന്നിരിക്കുന്നത്. കോളം ബിയിൽ അതിൻ്റെ ഫ്രാക്ഷണൽ ആൻസറും. ഇതിലേതാണ് കറക്റ്റായത് പരസ്പരം യോജിപ്പിച്ച് കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം എ കോളത്തിൽ തന്നിരിക്കുന്നത് 1/2 ഡിവൈഡഡ് ബൈ 3/4, 2/3 ഡിവൈഡഡ് ബൈ 1/2, 1/4 ഡിവൈഡഡ് ബൈ 2. ബി കോളത്തിലുള്ളത് 4/3, 1/8, 2 ആൻഡ് 1/2 അങ്ങനെയാണ് വരുന്നത്. സോ നമുക്കൊന്ന് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ആദ്യം 1/2 ഡിവൈഡഡ് ബൈ 3/4. ഇതിന് നമുക്ക് ആദ്യം 1/2നെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 2 × 1 + 1/2 = 3/2 ആണ്. സോ 1/2 ബൈ 3/4 എന്നുള്ളത് 3/2 ഡിവൈഡഡ് ബൈ 3/4 ആണ് കാണേണ്ടത്. അതായത് 3/2 ഇൻറ്റു 3/4 എന്താവും? അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ 4/3 ആവും അല്ലേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാറി വരും. സോ 12/6 എന്ന് വെച്ചാൽ 2. അപ്പോൾ ഒന്നാമത്തേത് വരുന്നത് സിയിലേക്കാണ് കേട്ടോ. ഇനി 2/3 ഡിവൈഡഡ് ബൈ 1/2, 2/3 ഇൻറ്റു 2/1 എന്നാവും 1/2 ഉള്ളത്, വിച്ച് ഈസ് ഈക്വൽ ടു 4/3 ആണ്. സോ 2 വരുന്നത് 4/3 എവിടെ മക്കളെ? എയിലേക്കാണ് കേട്ടോ. മൂന്നാമത്തേത് 1/4 ഡിവൈഡഡ് ബൈ 2, അതായത് 1/4 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ 2/1 എന്നല്ലേ? അതിന് നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ വരുമ്പോൾ 1/4 ഇൻറ്റു 1/2 എന്ന് വരും, അതായത് 1/8. സോ 3 വരുന്നത് ഓപ്ഷൻ ബിയിലേക്കാണ്. അപ്പോൾ 1 സി, 2 എ, 3 സി. അപ്പോൾ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റായിട്ടുള്ളത്. ഇനി നമുക്കിതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വി വോണ്ട് ടു ഫിൽ 4 1/4 ലിറ്റേഴ്സ് മിൽക്ക് ഇൻ ഐഡൻറ്റിക്കൽ ബോട്ടിൽസ്. എ ബോട്ടിൽ ക്യാൻ കണ്ടെയ്ൻ 3/4 ലിറ്റർ മിൽക്ക്. ഹൗ മെനി ബോട്ടിൽസ് വിൽ ബി ദർ വിത്ത് ഫുൾ ഓഫ് മിൽക്ക്? ഹൗ മെനി മോർ ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് നീഡഡ് ടു ഫിൽ ദ ബോട്ടിൽ വിച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫിൽഡ്? എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ കയ്യിലൊരു 4 1/4 ലിറ്റർ പാലുണ്ട്. അത് ഈക്വൽ ആയിട്ടുള്ള ഐഡൻറ്റിക്കൽ ബോട്ടിൽസിലേക്ക് നമ്മൾ മാറ്റണം. ഒരു ബോട്ടിലിൽ 3/4 ലിറ്റർ അല്ലെങ്കിൽ 3/4 ലിറ്റർ മിൽക്കാണ് കൊള്ളുക. അങ്ങനെയാണെങ്കിൽ എത്ര ബോട്ടിൽസ് നമുക്ക് കംപ്ലീറ്റ് ആക്കി ഫില്ല് ചെയ്യാം? ഇനി അതുപോലെ എത്ര ബോട്ടിൽസ് ബാക്കി ഉണ്ടായിരിക്കും? ആ ബോട്ടിൽ ഫില്ല് ചെയ്യാൻ, ബാക്കിയുള്ള ബോട്ടിൽ ഫില്ല് ചെയ്യാൻ എത്ര മിൽക്ക് കൂടെ വേണം? ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടോട്ടൽ മിൽക്ക് എന്ന് പറയുന്നത് 4 1/4 ലിറ്റർ ആണ്. അതിൻ്റെ ഫ്രാക്ഷൻ മാറ്റി എഴുതുമ്പോൾ നമുക്ക് 4 × 4 + 1/4, അതായത് 17/4 ലിറ്റേഴ്സ് എന്ന് വരും. പിന്നെ ബോട്ടിലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 3/4 ലിറ്റർ ആണ്. ഓരോ ബോട്ടിലും 3/4 ലിറ്റർ മിൽക്കാണ് കൊള്ളുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ 17/4 ലിറ്റർ മിൽക്ക് 3/4 ലിറ്ററുള്ള ഓരോ കുപ്പികളിലും നിറച്ചാൽ എത്ര ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ചെയ്യേണ്ടത് 17/4 ഡിവൈഡഡ് ബൈ 3/4 ആണ്. സിമ്പിൾ അല്ലേ മക്കളെ? 17/4 ഇൻറ്റു 4/3 വിച്ച് ഈസ് ഈക്വൽ ടു 17/3, അതായത് 4ഉം 4ഉം കട്ട് ചെയ്ത് പോകും. സോ 17/3 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കതിനെ 17നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 2/3 എന്ന് വരും. അതായത് 5 ബോട്ടിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നിറയ്ക്കാം. ബാക്കി 2/3 ബോട്ടിൽ, ആ ബോട്ടിലിൻ്റെ 2/3 പാർട്ട് കൂടെ മിൽക്ക് ബാക്കി ഉണ്ടായിരിക്കും.
അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടല്ലേ, എത്ര മിൽക്ക് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ആ ബോട്ടിൽ നിറയ്ക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, റിമൈനിങ് ഫ്രാക്ഷണൽ ബോട്ടിൽ കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞത് 2/3 ആണല്ലേ. അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റിയുടെ 2/3, ടോട്ടൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ 4/3 ആണ്, നമ്മൾക്ക് അറിയാം, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 2/3 പാർട്ടാണ് ഇനി ബാക്കിയുള്ളത്. സോ നമുക്കതിനെ ഫ്രാക്ഷണൽ സ്പേസ് ലെഫ്റ്റ് എംപ്റ്റി, ബാക്കിയുള്ളത് എത്രയാണ്, 1 - 2/3 ആണ്. 1 - 2/3 എന്ന് വെച്ചാൽ 1/3, അതായത് ആ ബോട്ടിലിൻ്റെ 1/3 പാർട്ട് കൂടെ ഇനി ബാക്കിയുണ്ട്. 2/3 പാർട്ട് ഇതായി, ബാക്കി എന്താണ് 1/3 × 3/4, 3/4 ലിറ്റർ ഉള്ള കുപ്പിയിൽ ഇനി 1/3 കൂടെ നിറയാനുണ്ട്. സോ 1/3 × 3/4 വിച്ച് ഈസ് ഈക്വൽ ടു 3 3 കട്ട് ചെയ്ത് പോയാൽ 1/4 ലിറ്റർ. 1/4 ലിറ്റർ കൂടെ അല്ലെങ്കിൽ 2.25 ലിറ്റർ കൂടെ പാല് ഇനി ആ കുപ്പിയിലേക്ക് നിറച്ചാലേ അത് ടോട്ടൽ ഫില്ലാവുകയുള്ളൂ. ഇതിലെ സി ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ഓഫ് 1/2 ഈസ് 5? 1/2ൻ്റെ എത്ര ടൈംസ് ആണ് 5 എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 1/2നെ നമുക്ക് ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 2 × 1 + 1/2 = 3/2 ആണ്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് എത്ര ടൈംസ് ആണെന്നല്ലേ. സോ എത്രയോ ഇൻറ്റു 3/2 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അതായത് നമ്മളിതിനെ നേരെ തിരിച്ച് ചിന്തിക്കുമ്പോൾ 5നെ 2/3 വെച്ച് 3/2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ പോരെ. 5 / 3/2 = 5 × 2/3 വിച്ച് ഈസ് ഈക്വൽ ടു 10/3. 10/3 എന്ന് വെച്ചാൽ 10നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 1/3 എന്നാണ് വരുന്നത്. അതായത് 1/2ൻ്റെ 3 1/3 ടൈംസ് ആണ് 5. ഇനി 6th ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. അതിലെ എ ക്വസ്റ്റ്യൻ, എ ബിഗ് വെസൽ കണ്ടെയ്ൻസ് 25 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആൻഡ് എ സ്മോൾ വെസൽ കണ്ടെയ്ൻസ് 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഒരു വലിയ പാത്രത്തിൽ 25 ലിറ്റർ വെള്ളവും ഒരു ചെറിയ പാത്രത്തിൽ 15 ലിറ്റർ വെള്ളവും ഉണ്ട്. നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. 1, വാട്ടർ ഇൻ ദ സ്മോളർ വെസൽ ഈസ് 3/5 പാർട്ട് ഓഫ് ദ ലാർജർ. ചെറിയ വെസലിലെ വെള്ളം എന്ന് പറയുന്നത് 3/5 ഓഫ് വലിയ വെസലിലെ വെള്ളത്തിൻ്റെ 3/5 പാർട്ടാണ്. യെസ്, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. കാരണം 15/25 ആണ് വരിക. നമ്മൾ അതിനെ ചെറുതാക്കി എഴുതുമ്പോൾ നമുക്ക് 3/5 എന്ന് മാറ്റി എഴുതാം അല്ലേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വാട്ടർ ഇൻ ദ സ്മോളർ വെസൽ ഈസ് 2/3 പാർട്ട് ഓഫ് ദ ലാർജർ, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ്, വാട്ടർ ഇൻ ദ ലാർജർ വെസൽ ഈസ് 5/3 ടൈംസ് ദ സ്മോൾ. ഇനി വലിയ വെസലിലുള്ള വാട്ടർ എന്ന് പറയുന്നത് ചെറുതിനെക്കാട്ടിലും 5/3 ടൈംസ് കൂടുതലാണ്. യെസ്, അതും ട്രൂ ആണ്. കാരണം നമുക്കറിയാം 3/5 പാർട്ടാണെങ്കിൽ അതിൻ്റെ എത്ര മടങ്ങാണ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണെന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ തിരിച്ചിട്ടാൽ മതി. സോ 5/3 ആണ്, അത് ശരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 1, 3 ആണ് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ്, അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി പീസസ് ഓഫ് 1/2 meters ലോങ് റോപ്പ് ക്യാൻ ബി കട്ട് ഓഫ് ഫ്രം 8.5 meters ലോങ് റോപ്പ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റിമൈനിങ് റോപ്പ്? ഒരു 8.5 മീറ്റർ 8.5 മീറ്റർ ലെങ്ത്തുള്ളൊരു വലിയ റോപ്പ് ഉണ്ട്. അതിൽ നിന്ന് 1.5 മീറ്റർ ലെങ്ത്ത് വരുന്ന എത്ര പീസസ് കട്ട് ചെയ്ത് എടുക്കാം? എത്ര കംപ്ലീറ്റ് പീസസ് നമുക്ക് കട്ട് ചെയ്യാം, അതുപോലെ അതിൽ എത്ര പീസ് റിമൈനിങ് ഉണ്ടാവും, ബാക്കി ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ടോട്ടൽ റോപ്പ് ലെങ്ത് എന്ന് പറയുന്നത് 8.5 മീറ്റർ ആണ്. അത് നമ്മൾ ഫ്രാക്ഷൻ ഫോം ഇംപ്രോപ്പറിലേക്ക് മാറ്റി എഴുതുമ്പോൾ 2 × 8 + 1/2, അതായത് 17/2 മീറ്റർ ആണ്. ഇനി ഒരു പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. അതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുക. സോ 2 × 1 + 1/2, അതായത് 3/2 മീറ്റർ ആണ്. അപ്പോൾ നമ്പർ ഓഫ് പീസസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ 17/2 മീറ്ററുള്ള ഒരു റോപ്പിൽ നിന്ന് 3/2 മീറ്റർ വീതമുള്ള എത്ര റോപ്സ് മുറിച്ചെടുക്കാം? 17/2 ÷ 3/2 ചെയ്ത് നോക്കുക. സോ നമുക്ക് എങ്ങനെ ആൻസർ വരും? അതിനെ മൾട്ടിപ്ലിക്കേഷനിൽ മാറ്റി എഴുതാം. 17/2 × 3/2 എന്നുള്ളത് 2/3 എന്നാവും. അതിൽ 2 നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം, ബാക്കി 17/3 എന്ന് വരും. 17/3 നമുക്ക് ഡിവൈഡ് ചെയ്യാം. 17/3 ചെയ്യുമ്പോൾ നമുക്ക് 3 2/3 എന്ന് വരും. 5 2/3 എന്ന് വരും കേട്ടോ. സോ 5 പീസസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഓരോ പീസ് വീതമുള്ള അതായത് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, എത്ര റോപ്പ് ഇനി റിമൈനിങ് ഉണ്ട്, ബാക്കിയുണ്ട്? അതെങ്ങനെ കാണാം മക്കളെ? ലെങ്ത് ഓഫ് റിമൈനിങ് റോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആകെ കിട്ടിയത് 5 2/3 ആണല്ലേ. അതായത് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2/3 ആണ്. അതിൽ ബാക്കിയുള്ള ഭാഗം 2/3 ആണ്. സോ റിമൈനിങ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 2/3 × 3/2 വിച്ച് ഈസ് ഈക്വൽ ടു 1 മീറ്റർ ആണ് ഇനി ബാക്കിയുള്ളത്.
ഇതിലെ സി ക്വസ്റ്റ്യൻ among two numbers larger is 1 2/3 times the smaller, then what part of the larger number is the smaller? രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അതിലെ വലിയ നമ്പർ എന്ന് പറയുന്നത് 1 2/3യുടെ 5/3 ടൈംസ് ആണ്, അതായത് അത് ഇത്രയും മടങ്ങാണ്. അങ്ങനെയാണെങ്കിൽ വലിയ നമ്പറിൻ്റെ എത്ര ഭാഗമാണ്, എത്ര പാർട്ടാണ് ചെറിയ സ്മോളർ നമ്പർ എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കാണാം? ലാർജർ നമ്പർ എന്ന് പറയുന്നത് 1 2/3 ടൈംസ് സ്മോളർ നമ്പറാണ്, അതായത് 1 2/3 ഇൻറ്റു സ്മോളർ നമ്പർ. അപ്പോൾ 1 2/3 നമുക്ക് ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 3 ഇൻറ്റു 1 പ്ലസ് 2/3 ആണ്, അതായത് 5/3. സോ ലാർജർ നമ്പർ ഈക്വൽ ടു 1 2/3 ഇൻറ്റു സ്മോളർ നമ്പർ എന്നതിന് പകരം 5/3 ഇൻറ്റു സ്മോളർ നമ്പർ എന്നെഴുതി. അപ്പോൾ സ്മോളർ നമ്പർ എന്താവും? 3/5 ഇൻറ്റു ലാർജർ അല്ലേ. നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി വരുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറും. സോ 3/5 പാർട്ടാണ് ആൻസർ വരുന്നത്. ഇതിലെ ഡി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ മിസ്സിംഗ് പോർഷൻ. 4 1/2 ഇൻറ്റു 3 1/2 ഈക്വൽ ടു 4 ഇൻറ്റു 3 1/2 പ്ലസ് ഡാഷ്. ഇത് നമ്മൾ എന്താണ് എക്സ്പാൻഡഡ് ഫോമിലേക്ക് എഴുതിയാൽ നമുക്കിത് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. സോ നമുക്ക് വേണ്ടത് 4 1/2 ഈക്വൽ ടു, നമുക്ക് ആദ്യം അതിനെ 4 + 1/2 എന്ന് മാറ്റി എഴുതാം. സോ 4 + 1/2 ഇൻറ്റു 3 1/2. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റിന് പുറത്തുള്ള 3 1/2നെ ബ്രാക്കറ്റിനുള്ളിലുള്ള രണ്ട് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 4 ഇൻറ്റു 3 1/2 പ്ലസ് 1/2 ഇൻറ്റു 3 1/2. അപ്പോൾ ഏതാണ് മിസ്സിംഗ് പാർട്ട്? എന്താണ് മക്കളെ? 1/2 ഇൻറ്റു 3 1/2 ആണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ 1/2 ഇൻറ്റു 7/2 എന്ന രീതിയിലേക്ക് മാറ്റിയും എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. 7ാം ക്ലാസ്സിലെ കൂടുതൽ ചോദ്യ പേപ്പർ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്